വെഞ്ഞാറമൂടിൽ അതിദാരുണമായിട്ട് ഒരു ദാക്ഷിണ്യം കൂടാതെ 5 പേരെ കൊന്നു തള്ളിയിട്ടും അമ്മയ്ക്ക് മകനെ കണ്ടേ പറ്റൂ. അത് കേൾക്കുന്ന സമയത്ത് മലയാളികൾ ഒന്നടക്കം എന്ന് പറയാണ്, അതാണ് അമ്മ, അതാണ് മാതൃസ്നേഹം. അതല്ല അമ്മ, അതല്ല മാതൃസ്നേഹം. അങ്ങനാണെങ്കിൽ 13 വയസ്സുള്ള തൻ്റെ മകനെ ഇത്രയും ക്രൂരമായിട്ട് കൊന്ന മകനെ ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കാൻ ഒരമ്മയ്ക്കും കഴിയില്ല. അവനെ ഇനി എനിക്ക് കാണണ്ട എന്ന് മാത്രമേ പറയാനായിട്ട് ഒരമ്മയ്ക്ക് കഴിയുള്ളൂ. അതാണ് അമ്മ എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് അമ്മയ്ക്ക് മകനെ കാണണമെന്ന് തോന്നുമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, അമ്മയും മകനും ചേർന്ന് നാട്ടിൽ ഉണ്ടാക്കി വെച്ച കടങ്ങൾ അത് ഭർത്താവ് കൃത്യമായിട്ട് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഈ ഒരു കേസ് വഴി അറിയാനുള്ള സാഹചര്യമുണ്ട്. അപ്പം അതിന് മുന്നായിട്ട് മകനെ കാണുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഒറ്റ കൊടുക്കരുത്, ഇത് പറയാൻ ആ അമ്മ ആഗ്രഹിക്കും. കാരണം അമ്മയ്ക്കറിയാം ഇനി ആരും തന്നെ ബാക്കിയില്ല, ആകെ ഉള്ളത് അഫാനാണ്. അഫാൻ 5 പേരെ കൊന്നതുകൊണ്ട് തന്നെ പോലീസ് കേസിലായി നല്ലൊരു ശിക്ഷ തന്നെ കിട്ടുമെന്നുള്ള കാര്യം ആ അമ്മയ്ക്ക് ഉറപ്പായിട്ടൊരു കാര്യമാണ്, മന്ദബുദ്ധിയൊന്നുമല്ലല്ലോ. അപ്പം ആകെ ഇനി കൂട്ടായിട്ടുള്ളത് ഭർത്താവാണ്. അപ്പം ഭർത്താവ് അറിയാതെ താൻ ഉണ്ടാക്കി വെച്ച കടങ്ങൾ അതിൻ്റെ കാര്യകാരണങ്ങൾ അറിയുന്ന അഫാൻ പോലീസിന് മൊഴി കൊടുത്താൽ അത് ഭർത്താവിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള തൻ്റെ ജീവിതത്തിൽ ആകെ തുണയായിട്ടുള്ള ഭർത്താവ് കൈവിട്ടു പോകും. ഈ ഒരു പേടിയായിരിക്കും ആ സ്ത്രീയെ മകനെ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അതിന് പിന്നിൽ അമ്മ വാത്സല്യമാണ്, മാതൃസ്നേഹമാണെന്നൊന്നും തോന്നിയിട്ട് കാര്യമില്ല.